നിങ്ങൾക്ക് മുടിക്ക് ഉള്ളില്ലാത്ത പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പ്രോട്ടീൻ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുടി ഉള്ളോടെ വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഹെയർ പാക്കിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്നൊരു ഫേസ് പാക്കും കൂടി ചെയ്ത് കൊടുക്കാം. ഒറ്റ യൂസിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഹെയർ കെയറും സ്കിൻ കെയറും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഹെയർ പാക്കും ഒരു ഫേസ് പാക്കും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഹെയർ പാക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു പ്രോട്ടീൻ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെയും പ്രശ്നം മുടിക്ക് ഉള്ളില്ല, മുടി താഴത്തേക്ക് വരുമ്പോൾ കോല് പോലെ ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു തവണ നമ്മളെ മുടിയിൽ പ്രോട്ടീൻ പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ പാക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പാക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് ചെയ്യാം. ഫേസ് പാക്ക് നമുക്ക് ഒറ്റ യൂസിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും സഹായിക്കുന്ന ഫേസ് പാക്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണ് കേട്ടോ. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴമാണെങ്കിൽ ഒരു പഴം തന്നെ മതി കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിലും പിന്നെ നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴം തന്നെയാണ്. അപ്പോൾ ആ പഴം നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ നേന്ത്രപ്പഴം തന്നെ എടുക്കുക, അല്ലെങ്കിൽ റോബസ്റ്റ് ഉപയോഗിക്കുക. റോബസ്റ്റും കുഴപ്പമൊന്നുമില്ല. നേന്ത്രപ്പഴവും റോബസ്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറുപഴം ഉപയോഗിക്കട്ടെ. ചെറുപഴം ഉപയോഗിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് ആണ്. ഇതേട്ടോ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, കഴിക്കാൻ പറ്റാത്ത രീതിയിൽ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പഴുത്തിരിക്കുന്ന പഴം ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം ഞാനിതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ അരച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പഴം ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത പഴം നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ, ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനിത് ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം നിങ്ങളിപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാനാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഹെയർ പാക്കിന് മാത്രം അരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഹെയർ പാക്കിന് എന്തായാലും അരിക്കണമല്ലോ, അതുകൊണ്ട് അരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫേസ് പാക്ക് മാത്രമാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അരിക്കാതെ തന്നെ പഴം അരച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര മാത്രമേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഫേസിലേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പഴം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഇന്ന് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മളിന്ന് പാക്കിൽ ഉപയോഗിക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കൊരു സ്മെല്ല് വരുന്നതുകൊണ്ടാണ് കേട്ടോ മഞ്ഞ ഒഴിവാക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മുട്ടയുടെ വെള്ളം ആ പഴവുമായിട്ട് യോജിക്കുന്ന ഒരു സമയം വരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഴം എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഹെയറിന് റീഗ്രോത്ത് തരാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് മുട്ട നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്കും കൂടി തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഴം അരച്ച് വെച്ചതിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ 2 സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ മതി കേട്ടോ. ഫേസിലേക്ക് ആകുമ്പോൾ ഈ ഒരു അളവിൽ മതി. പിന്നെ ഈ പഴത്തിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴം എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. കരിവാളിപ്പ് മാറ്റാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഒരു സ്ക്രബിങ്ങിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാല് ഞാൻ 2 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയും പഴമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് സ്കിന്നിന് പറ്റാത്തവരുണ്ടെങ്കിൽ തൈര് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ പാക്കും തയ്യാറാക്കി ഫേസ് പാക്കും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇന്ന് എഗ്ഗ് ഉപയോഗിച്ചിട്ടുണ്ട്, പഴം ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്രൈനെസ് കുറയ്ക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും വരൾച്ച ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും കുറച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. ഡ്രൈ ഹെയറുകാരാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ട് നിങ്ങൾ മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. പാക്ക് തേക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, മുടി നല്ല ബൗൺസി ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിൽ നമ്മൾ ഓരോ സെക്ഷനായിട്ട് മുടി എടുക്കില്ല, അതേപോലെ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ, തേങ്ങയായിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊക്കെ ഒഴിവാക്കി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തേങ്ങ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇടലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുടി ഒരുപാട് ഡ്രൈനെസ് ഉള്ളവരൊക്കെയാണ്, തേങ്ങയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് തേങ്ങ, ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കുക. പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് തേക്കുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് തേച്ച് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുടിയിൽ തേക്കണേ തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പാക്ക് തേച്ചിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടി വെക്കാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് പാക്ക് ഫേസിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഫേസൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെക്കുക. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് നന്നായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ ഫേസ് പാക്കിൽ തന്നെ സ്ക്രബൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഇനി സ്ക്രബ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട്, മഞ്ഞൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. മഞ്ഞൾ ഇല്ലെങ്കിൽ കണ്ണിൻ്റെ പോർഷനിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾ ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം. ഫേസിൽ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസിൽ നെക്കിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ തേക്കണമെങ്കിൽ തേക്കാട്ടെ. കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഈ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആവട്ടെ ഒരു 15 മിനിറ്റ് നേരം. പിന്നെ ഹെയർ പാക്കും അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുറച്ച് സമയം വെച്ചിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഫേസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഫേസ് മാത്രമല്ല നമ്മുടെ ഹെയർ പാക്കും അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫേസ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാജ് ചെയ്തിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് കുതിർത്തെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോഫ്റ്റ് ആയിട്ട് തന്നെ മസാജ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പം മസാജ് ചെയ്താൽ മാത്രമേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെ നിങ്ങൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാട്ടോ. കഴുകുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഓയിലി ഫീലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെയർ പാക്ക് കഴുകുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ കഴുകേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പം ഞാനിതാ ഫേസൊക്കെ കഴുകി മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മുടി കഴുകുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പഴത്തിൻ്റെ പാക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മുടിക്ക് നമുക്കിന് പഴത്തിൻ്റെ സ്മെല്ല് ഉണ്ടാവുക അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പഴത്തിൻ്റെയോ മുട്ടയുടെയോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പാക്ക് മുടിയിൽ നിന്ന് പോകുന്നത് വരെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ ബാക്കിലൊന്നും ഒട്ടും തന്നെ ഉണങ്ങിയിട്ടില്ല. ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുക. നല്ല രീതിയിൽ ബൗൺസി ആയിട്ടുണ്ടാവും, നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇതിന് മുമ്പ് ബനാന പാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബനാന പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രോട്ടീൻ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവാനും മുടിക്ക് ഉള്ളു കൂടാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന പാക്കാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫേസ് വാഷ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയത്. നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണേ അങ്ങനെ കഴുകാം. അരിപ്പൊടി ഉള്ളതുകൊണ്ട് ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കുളിക്കുന്ന സമയത്ത് അങ്ങനെ കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ വെള്ളത്തിൽ കഴുകണേ അങ്ങനെ കഴുകിയാൽ മതി, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ ഇടുന്ന കാണിച്ചിട്ടില്ല, നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളൊരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച ഈ ഒരു ഹെയർ പാക്കും ഫേസ് പാക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴം നമ്മുടെ മുടിക്കും നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് പ്രോട്ടീൻ പാക്ക് ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്യാം, അടുപ്പിച്ച് ചെയ്യരുത് കേട്ടോ. കാരണം അതിനകത്ത് സ്ക്രബിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ 2 തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.